ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഇന്ന് നമ്മുടെ റെസിപ്പി നൂഡിൽസ് ഓംലെറ്റ് ആണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ നൂഡിൽസ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കുമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇത് ഒരു പാൻ ചൂടാകാൻ വെക്കുകയാണ്. അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ 2 പാക്ക് നൂഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് മാഗി നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 60% വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ആക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ നൂഡിൽസൊക്കെ ആ പാക്കറ്റിൽ പറഞ്ഞതുപോലെ മാത്രം ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു ചേഞ്ച് ആയിരിക്കും. ഞാൻ മിക്കപ്പോഴും നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ്, മുട്ട, ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആക്കാൻ നോക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ നൂഡിൽസ് വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഡെയിലി കഴിക്കുന്നതിനോട് താല്പര്യമില്ലെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് വെജിറ്റബിൾസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവയൊക്കെയാണ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മുട്ട എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ മാഗി മസാല പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ നമ്മൾ നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് മസാല പൗഡർ ഇട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇവിടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവയൊക്കെയാണ്. എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത്. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് ഇടയ്ക്ക് ഞാൻ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ മുട്ടയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 2 പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഓംലെറ്റ് തയ്യാറാക്കാം. പിന്നെ ചെറിയ പാനാണെങ്കിൽ നമുക്ക് 2 ഓംലെറ്റ്, പിന്നെ വലിയൊരു പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 1 ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ ആ നൂഡിൽസും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇവിടെ ഇത് ഒരു പാൻ ചൂടാകാൻ വെക്കുകയാണ്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. അങ്ങനെ ഇവിടെ ഇത് ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത നൂഡിൽസ് ചേർത്തൊന്ന് പരത്തി വെക്കാം. ഇവിടെ നൂഡിൽസ് പാനിലേക്ക് ചേർക്കുന്ന സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തത്. ഇപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലാക്കി. ഇനി ഇത് തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ കുറച്ച് സമയത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും ഇതെന്തായാലും ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു മുകൾ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോഴൊന്ന് മറച്ചിട്ട് വെക്കാം. ഇപ്പോൾ ഇത് അടിഭാഗം നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ നിർബന്ധത്തിൽ ഞാൻ കുറച്ച് ചീസ് ചേർത്തതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചീസ് ചേർത്തുകൊണ്ടാണ് കുറച്ച് സമയത്തേക്ക് അടച്ച് വെച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഈ ഓംലെറ്റ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്